കൊട്ടിഘോഷിച്ച് അധികാരത്തിൽ വന്ന വി.ഡി. സതീശൻ സർക്കാരിന് ഇനി ആയുസ് വെറും 1000 ദിവസം മാത്രമായിരിക്കും. അതായത് 3 വർഷത്തോളം മാത്രമേ വി.ഡി. സതീശൻ സർക്കാരിനും ഇനി പ്രവർത്തന കാലയളവ് ഉണ്ടായിരിക്കുകയുള്ളൂ. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള കേന്ദ്രത്തിലെ ബി.ജെ.പി. സർക്കാരിന്റെ നീക്കമാണ് മുഖ്യമന്ത്രി കസേരയിൽ കടിച്ചു തൂങ്ങിയെത്തിയ വി.ഡി. സതീശന്റെയും വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന യു.ഡി.എഫ്. സർക്കാരിന്റെയും ഭാവിക്ക് മുന്നിൽ കരിനിഴൽ വീഴ്ത്തുന്നത്. പാർലമെന്റിൽ ഒരിക്കൽ പരാജയപ്പെട്ട ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കാൻ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി.ജെ.പി. നടത്തുന്ന നീക്കം ഫലം കാണുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കണക്കിലെ കളികളും ബി.ജെ.പിയുടെ ഈ നീക്കത്തിന് അനുകൂലമാണ്. വരുന്ന മൺസൂൺ സമ്മേളനത്തിൽ ഇത് സംബന്ധമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ സമർപ്പിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മണ്ഡല പുനർനിർണയ ബില്ലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലും നിയമമാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അടുത്തിടെ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും പ്രതിപക്ഷ കക്ഷികളായ തൃണമൂൽ കോൺഗ്രസിനും DMK-ക്കുമുണ്ടായ വമ്പൻ തിരിച്ചടികളാണ് വീണ്ടും ബില്ല് പാർലമെന്റിൽ കൊണ്ടുവരാൻ ബി.ജെ.പിയെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെയും DMK-യുടെയും പാർലമെന്റ് അംഗങ്ങളും മറ്റു ചില പാർട്ടികളുടെ എംപിമാരും ഇത്തവണ അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് ബി.ജെ.പി. ഇതിനകം തന്നെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ടി.വി.കെ. അട്ടിമറി വിജയം നേടിയതോടെ എത്രയും പെട്ടെന്ന് അധികാരം തിരിച്ചു പിടിക്കണമെന്ന വാശിയിലാണ് DMK നേതൃത്വമുള്ളത്. മറ്റെല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ഒരുമിപ്പിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് സംസ്ഥാന ഭരണം തിരിച്ചുപിടിക്കാനാണ് ആ നീക്കം. അതിന് എത്രയും പെട്ടെന്ന് തിരഞ്ഞെടുപ്പ് നടക്കണമെന്ന ചിന്താഗതിയാണ് DMK നേതൃത്വത്തിനുള്ളത്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടാനുള്ള നീക്കവും തന്ത്രപരമായി DMK നേതൃത്വം നടത്തുന്നുണ്ട്. ഇതിന് ബി.ജെ.പിയുടെ മൗനാനുവാദം ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. വിജയ് സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തമിഴ്നാട് ഭരണം പിടിച്ചത് ഏറ്റവും അധികം ഷോക്കായത് DMK-ക്കും അണ്ണാ DMK-ക്കും മാത്രമല്ല, സാക്ഷാൽ രജനീകാന്തിന് കൂടിയാണ്. കാരണം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തമിഴ്നാട് ഭരണം പിടിക്കാൻ ആദ്യം ആഗ്രഹിച്ചതും ഇതേ രജനീകാന്ത് തന്നെയാണ്. എന്നാൽ പരാജയ ഭീതി മുന്നിൽ കണ്ട് ഒടുവിൽ അദ്ദേഹം പേടിച്ച് പിന്മാറുകയാണ് ഉണ്ടായത്. ഈ ഗ്യാപ്പിലാണ് ടി.വി.കെ. എന്ന പാർട്ടി രൂപീകരിച്ച് 2 വർഷത്തിനുള്ളിൽ തന്നെ വിജയ് ഇപ്പോൾ ഭരണം പിടിച്ചിരിക്കുന്നത്. സൂപ്പർ താരത്തെ ഉയർത്തിക്കാട്ടാതെ ഇനി ഭരണത്തിൽ തിരിച്ചു വരാൻ പറ്റില്ലെന്ന് കരുതുന്ന DMK നേതൃത്വം അതിനായി സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ മുന്നിൽ നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി സ്റ്റാലിനുമായുള്ള രജനീകാന്തിന്റെ അടുപ്പം അദ്ദേഹത്തെ DMK ക്യാമ്പിൽ എത്തിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്റ്റാലിൻ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ കാണാൻ വീട്ടിലേക്ക് കുതിച്ചെത്തിയ രജനീകാന്ത് താൻ ഒപ്പമുണ്ട് എന്ന സന്ദേശമാണ് DMK നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത്. അണ്ണാ DMK ശിഥിലമായ സാഹചര്യത്തിൽ DMK-യുമായി തന്ത്രപരമായ ഒരു നീക്കുപോക്ക് ബി.ജെ.പിയും ആഗ്രഹിക്കുന്നുണ്ട്. ടി.വി.കെ. കോൺഗ്രസ് പാളയത്തിലെത്തിയ സ്ഥിതിക്ക് 2029 തെരഞ്ഞെടുപ്പിൽ DMK-യുമായി ധാരണയുണ്ടാക്കുന്നത് നല്ലതാണ് എന്ന അഭിപ്രായമാണ് ബി.ജെ.പി. നേതൃത്വത്തിനുമുള്ളത്. ടി.വി.കെ. മുന്നണിയിൽ കോൺഗ്രസും ഇടതുപക്ഷവും VC-യും മുസ്ലിം ലീഗും ചേർന്ന് മത്സരിക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ അണ്ണാ DMK-യിലെ ഒരു വിഭാഗത്തെയും മറ്റ് NDA ഘടക കക്ഷികളെയും രജനീകാന്തിനെ ഒപ്പം നിർത്തുകയല്ലാതെ മറ്റൊരു മാർഗവും DMK-ക്കും മുന്നിലില്ല. ഈ സാഹചര്യത്തിൽ ഇനി കണ്ടറിയേണ്ടത് ബി.ജെ.പിയുമായി DMK പരസ്യമായി കൂട്ടുകെട്ടുണ്ടാക്കുമോ അതോ രഹസ്യധാരണ മാത്രമായിരിക്കുമോ എന്നത് മാത്രമാണ്. ബി.ജെ.പി. നേതാവ് അണ്ണാമലയുടെ പുതിയ നീക്കം ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന്റെ അറിവോടെ ആയതിനാൽ ഒരു സാധ്യതയും തൽക്കാലം തള്ളിക്കളയാൻ സാധിക്കുകയില്ല. മാത്രമല്ല, കേന്ദ്രത്തിലെ ആദ്യ NDA സർക്കാരിന്റെ ഭാഗമായ ഒരു പഴയ ചരിത്രവും DMK-ക്കുണ്ട്. തമിഴ്നാട്ടിൽ വിജയാണ് പ്രധാന എതിരാളി എന്നതിനാൽ അദ്ദേഹത്തെ വീഴ്ത്തുക, ടി.വി.കെ. തകർക്കുക എന്നതിന് മാത്രമാണ് DMK ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത്. മറ്റൊന്നും തന്നെ അവർ ചിന്തിക്കുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇതിനായി രജനീകാന്ത് മുഖ്യമന്ത്രി, ഉദയനിധി സ്റ്റാലിൻ ഉപമുഖ്യമന്ത്രി എന്നൊരു ഫോർമുല തന്നെ DMK ഉണ്ടാക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്റ്റാലിനെ മത്സരിപ്പിച്ച് കേന്ദ്രമന്ത്രിയാക്കാമെന്ന വമ്പൻ വാഗ്ദാനം ബി.ജെ.പി. തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളതായ മറ്റൊരു വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ഒന്നും രണ്ടല്ലാത്തതിനാൽ എന്തു വേണമെങ്കിലും സംഭവിക്കാമെന്നതാണ് അവസ്ഥ. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്താനുള്ള ബില്ലിനെ ഇന്ത്യ മുന്നണിയിൽ നിന്നും പുറത്തുവന്ന DMK എംപിമാർ പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. മണ്ഡല പുനർനിർണയത്തിൽ DMK-യുടെ ആശങ്ക പരിഹരിക്കാമെന്ന ഉറപ്പും ബി.ജെ.പി. നേതൃത്വം നൽകി കഴിഞ്ഞിട്ടുണ്ട്. തമിഴ്നാട്ടിലെ അവസ്ഥ ഇതാണെങ്കിൽ പശ്ചിമ ബംഗാളിലെ അവസ്ഥ മറ്റൊന്നാണ്. ഇവിടെ പന്ത് ബി.ജെ.പിയുടെ ക്വാർട്ടിലാണുള്ളത്. വൻ ഭൂരിപക്ഷത്തിന് ഭരണം പിടിച്ച ബി.ജെ.പിയിലേക്ക് തൃണമൂൽ കോൺഗ്രസിൽ നിന്നും വലിയ ഒഴുക്കാണുള്ളത്. മമതാ ബാനർജി വിളിച്ച തൃണമൂൽ MLA-മാരുടെ യോഗത്തിലേക്ക് വെറും 20 പേർ മാത്രമാണ് എത്തിയത് എന്നത് ആ പാർട്ടിയുടെ നിലവിലെ അവസ്ഥയാണ് വെളിപ്പെടുത്തുന്നത്. 60 പേരും യോഗത്തിനെത്താതെ മാറി നിന്നത് മമതയെ ശരിക്കും പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. തൃണമൂൽ നേതാക്കൾ റോഡിൽ ഇറങ്ങിയാൽ അടികിട്ടുന്ന അവസ്ഥയിലേക്കാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത്. CPM-നെ എങ്ങനെയൊക്കെയാണോ ബംഗാളിൽ മമതയും തൃണമൂലും തകർത്തത്, അതേ രൂപത്തിലാണ് ബി.ജെ.പി. ഇപ്പോൾ തൃണമൂലിനെയും തകർക്കുന്നത്.
ഏത് നിമിഷവും തൃണമൂൽ കോൺഗ്രസ് പിളരുമെന്ന അവസ്ഥയാണ് ബംഗാളിലുള്ളത്. പാർട്ടി എംപിമാരായ അഭിഷേക് ബാനർജിയും കല്യാൺ ബാനർജിയും ആക്രമിക്കപ്പെട്ടത് തൃണമൂൽ നേതാക്കളുടെയും പ്രവർത്തകരുടെയുമുള്ള ആത്മവീര്യം കെടുത്തിയിട്ടുണ്ട്. ഈ അവസരം ഉപയോഗിച്ച് BJP നടത്തിയ നീക്കമാണ് തൃണമൂൽ എംപിമാരെ അവർക്ക് അനുകൂലമാക്കി മാറ്റിയിരിക്കുന്നത്. ബഹുഭൂരിപക്ഷം തൃണമൂൽ എംപിമാരും BJP പാളയത്തിൽ എത്തുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പിളർന്നു വരുന്ന തൃണമൂൽ എംപിമാർക്ക് 2029 തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നൽകാമെന്ന വാഗ്ദാനവും BJP മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരിക്കൽ പാർലമെന്റിൽ പരാജയപ്പെട്ട മണ്ഡല പുനർനിർണയ ബില്ലും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലും നിയമമാക്കാനുള്ള നടപടികൾക്ക് ഇപ്പോൾ വീണ്ടും വേഗത വർദ്ധിപ്പിക്കാൻ കാരണവും ഇതൊക്കെ തന്നെയാണ്. ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടന്നാൽ അതിന്റെ ഗുണം NDAക്ക് കിട്ടും എന്നതിനാൽ NDA ഘടകകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ഈ ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ ബില്ലിനെ ശക്തമായി എതിർക്കുമെങ്കിലും 2029 കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഭരണം പിടിച്ചെടുക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷമുള്ളത്. CPM സംഘടനാ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നതോടെ വലിയ രൂപത്തിലുള്ള നേതൃമാറ്റം പാർട്ടിയിൽ ഉണ്ടാകുമെന്നും അടിമുടി മാറുന്ന പുതിയ നേതൃത്വത്തിന് കീഴിൽ ഇടതുപക്ഷം ഭരണം തിരിച്ചു പിടിക്കുമെന്നുമാണ് ഇടതുപക്ഷ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഭരണം നഷ്ടമായെങ്കിലും ഇപ്പോഴും കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി CPM തന്നെയാണ്. CPMന്റെയും അവരുടെ വർഗ ബഹുജന സംഘടനകളുടെയും അടിത്തറയും കേരളത്തിൽ ശക്തമാണ്. അതുകൊണ്ട് തന്നെ തെറ്റുതിരുത്തി പുതിയ നേതൃത്വത്തിന് കീഴിൽ CPM പട നയിച്ചാൽ അതിനെ പിടിച്ചുകെട്ടുക UDFനെ സംബന്ധിച്ച് ഏറെ ബുദ്ധിമുട്ടാകും. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി VD സതീശന്റെ ഇമേജ് കുത്തനെ ഇടിഞ്ഞ് പൊളിഞ്ഞു വീണ സാഹചര്യമാണുള്ളത്. അദാനി ബന്ധം, ധാർഷ്ട്യം തുടങ്ങി കേന്ദ്ര ഏജൻസികളോടുള്ള മുഖ്യമന്ത്രിയുടെ സമീപനം വരെ വലിയ രൂപത്തിലാണ് കേരളത്തിൽ ചർച്ചയായിരിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആക്കിയതും IAS ഉദ്യോഗസ്ഥരുടെ ഏകപക്ഷീയമായ സ്ഥലം മാറ്റത്തിലും മുസ്ലിം ലീഗിലും വലിയ പ്രതിഷേധമുണ്ട്. മുഖ്യമന്ത്രി സതീശൻ പിണറായിക്ക് പഠിക്കുകയാണ് എന്ന വിമർശനമാണ് അവർ ഉയർത്തുന്നത്. ഇതിനു പുറമെ തുഷാർ വെള്ളാപ്പള്ളി വീട്ടിലെത്തി മുഖ്യമന്ത്രിയെ സന്ദർശിച്ചതും വെള്ളാപ്പള്ളി നടേശനു മുന്നിൽ മന്ത്രി ബിന്ദു കൃഷ്ണ തലകുനിച്ച് നിന്നതും UDF സർക്കാരിന്റെ പ്രതിഷ്ഠയെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. വിദ്വേഷ പ്രസംഗം നടത്തിയ വെള്ളാപ്പള്ളിയുമായുള്ള പിണറായി വിജയന്റെ അടുപ്പമാണ് ഇടതുപക്ഷത്തിന്റെ തോൽവിയിൽ നിർണായക പങ്ക് വഹിച്ചത് എന്ന യാഥാർത്ഥ്യം മറന്ന് UDF മുഖ്യമന്ത്രിയും മന്ത്രിമാരും വെള്ളാപ്പള്ളിമാരോട് അടുക്കുന്നത് വലിയ ഭിന്നതയാണ് UDF അണികളിൽ നിലവിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. വെള്ളാപ്പള്ളിയെ എതിർത്തത് വഴി ലഭിച്ച ഇമേജാണ് തനിക്കുണ്ടായിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം സതീഷിനെങ്കിലും തിരിച്ചറിയണമായിരുന്നു എന്ന അഭിപ്രായം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ പോലും ഇപ്പോൾ തുറന്നു പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നവർക്കെതിരെ കേസെടുക്കുന്നതും സതീശന്റെ ഇമേജിനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ VD സതീഷിനെതിരെ പൊതുവികാരം സൃഷ്ടിക്കപ്പെട്ടു തുടങ്ങാൻ കാരണമായിട്ടുണ്ട്. മാത്രമല്ല, കോൺഗ്രസിലെ അധികാര തർക്കം പൊട്ടിത്തെറിയിലെത്തുന്ന സാഹചര്യവും 2029 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഉറപ്പാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും തഴയപ്പെട്ട KC വേണുഗോപാൽ കൂടി നിയമസഭയിലേക്ക് മത്സരിക്കുന്ന സാഹചര്യം മുഖ്യമന്ത്രി VD സതീഷിനെ സംബന്ധിച്ച് വലിയ ഭീഷണിയാണ് ഉയർത്തുക. ഇത്തവണ ഇവർ തമ്മിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി നടത്തിയ കടിപിടിയുടെ യഥാർത്ഥ റിസൾട്ട് ലഭിക്കാൻ പോകുന്നതും 2029 ആ തിരഞ്ഞെടുപ്പിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടന്നാൽ 3 വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് പുറത്തു പോകേണ്ട സാഹചര്യമാണ് കേരളത്തിലെ സതീശൻ സർക്കാരിനെ സംബന്ധിച്ച് നേരിടേണ്ടി വരിക. അതാകട്ടെ വ്യക്തവുമാണ്.